ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് സിആർപിഎഫിന്റെ ഇസഡ്+ സുരക്ഷയാണ് ഗവർണർക്ക് നൽകിയത്. അത്യാവശ്യമെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കിയാലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞു. ചാൻസലർ ഇടപെട്ടത് മാനസിക വിഭ്രാന്തിയുള്ള ആളെ പോലെയെന്നും എസ്എഫ്ഐ കുറ്റപ്പെടുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐ പ്രതിഷേധം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടായത്. നിലമേലിലുണ്ടായ സംഭവത്തിൽ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ആരോപണം ഗവർണർ ഉന്നയിച്ചിരുന്നു. ഈ പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും ഗവർണർ ധരിപ്പിച്ചു. എഫ്ഐആറിന്റെ കോപ്പിയും ഗവർണർ കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുകയും സുരക്ഷാ ചുമതല സിആർപിഎഫിന് കൈമാറുകയും ചെയ്തത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ്+ സുരക്ഷ ഉണ്ടായിരുന്നത്. ഇതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയിരിക്കുന്നത്. സിആർപിഎഫ് കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡുകളുടെ അധിക പരിരക്ഷയും ഗവർണർക്ക് നൽകും. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും 3 ഷിഫ്റ്റുകളിലായി എസ്കോർട്ട് വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തന്റെ യാത്രാ വിവരങ്ങൾ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ചോരുന്നുണ്ടെന്ന ആക്ഷേപം കൂടി ഗവർണർക്കുണ്ടായിരുന്നു. ഇതിനുകൂടിയാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി തന്നെയാണ് SFI നേതാക്കൾ രംഗത്തെത്തിയത്. കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കിയാലും പ്രതിഷേധം തുടരുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞു. ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസെന്നും 124 ചുമത്തേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നും ആർഷോ കൂട്ടിച്ചേർത്തു. ഈ നിലയിൽ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഗുരുതരമായ വകുപ്പുകൾ ഇപ്പോൾ 124 ചുമത്തേണ്ടുന്ന ഒരു ഒഫൻസും ഒരു തരത്തിലുള്ള കുറ്റകൃത്യവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അവിടെ നടന്ന സമരത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന ഒന്നാണ്. ഏതായാലും സുരക്ഷയിൽ വരുന്ന മാറ്റം സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. പ്രതിപക്ഷ സംഘടനകളോടും SFIയോടും 2 തരത്തിലാണ് പോലീസ് ഇടപെടലെന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.